ഇതുവരെ മുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല, ഇത് ഇങ്ങനെ ഇവിടെ വരാൻ പറ്റുന്ന സമയത്ത് ഓണത്തിന് നാട്ടിൽ വരാൻ സാധാരണഗതിയിൽ പറ്റാറില്ല. മീറ്റിങ്ങിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിട്ട് പാർട്ടിയിലേക്ക് വരുമ്പോൾ വിക്രമ സഖാവ് ഈ വരുന്നവർക്ക് പാർട്ടിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യും. അങ്ങനെ ക്ലാസ് പഠിപ്പിക്കാറുണ്ടായിരുന്ന ഒരാളാണ് എസ് എൻ കോളേജിലെ രാജശേഖരൻ നായർ സാറ്. സമരത്തിനൊക്കെ നടപടിക്ക് വിധേയനായ ആളാണ്. രാജശേഖരൻ നായർ സഖാവ് മരിച്ചുപോയി. രാജശേഖരൻ നായർ സാറെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. SRPയുടെ ബന്ധുവാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം അവിടെ രാജശേഖരൻ നായർ സാറിൻ്റെ പുസ്തക ശേഖരം ഒരു പഠന കേന്ദ്രമാക്കി മാറ്റുകയാണ്. ആ പരിപാടിക്ക് വരാൻ ഇവിടുത്തെ സഖാക്കൾ ക്ഷണിച്ചതുകൊണ്ടാണ് ഓണത്തിൻ്റെ പിറ്റേന്നാണെങ്കിലും വിക്രമ സഖാവിനെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ഒരു മുണ്ടുമായിട്ട് വരും. എല്ലാ ഓണത്തിനും വരാൻ പറ്റാറില്ല. നാട്ടിൽ നമുക്ക് വരാൻ പറ്റാറില്ലല്ലോ പലപ്പോഴും. അതാണ് അതിൻ്റെ ഒരു ചരിത്രം. സഖാവേ, സന്തോഷമായോ? നീ ചോദിക്കുന്നത് കേൾക്കാൻ ഒക്കത്തില്ല. സന്തോഷമായോന്ന്? അത് മൊത്തത്തിൽ കേരളത്തിൽ ഓണം ഇത്തവണ വളരെ ഹാപ്പി അല്ലേ? അല്ല, അത് മാത്രമല്ല സാർ, പട്ടിണി സമരങ്ങളോ വ്യാജ നാടകങ്ങളോ എവിടെയും കണ്ടില്ല. പട്ടിണി സമരങ്ങൾ എവിടെയില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയുടെയും കൊല്ലത്തു നിന്നുള്ള ധനകാര്യമന്ത്രി ബാലഗോപാലിൻ്റെയും മന്ത്രിസഭയുടെ ആകെ സപ്ലൈകോ, സിവിൽ സപ്ലൈസ്, ടൂറിസം വകുപ്പ് എല്ലാവരും ചേർന്ന് വളരെ മികച്ച ഒരു ഓണമാക്കി ഇത്തവണത്തെ ഓണത്തെ മാറ്റിയിരിക്കുകയാണ്. ആ സന്തോഷത്തിലാണ് വിക്രമ സഖാവിനെ കാണാൻ വരുന്നത്. സാവ് നിൽക്കുന്നത് പരമ്പരാഗത തൊഴിൽ മേഖലയിൽ കൂടെയാണ്. അപ്പോൾ ആ പരമ്പരാഗത തൊഴിലാളികളെ ആരും സമരത്തിനില്ല. ഇത്തവണ കിട്ടിയില്ല, പ്രതിപക്ഷത്തിന് കിട്ടിയില്ല. യഥാർത്ഥത്തിൽ സമരത്തിലാണ് നമ്മൾ. കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായി GSTയിൽ മാറ്റം വരുത്തിയെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കുണ്ടാകുന്ന ആഘാതത്തിന് കേന്ദ്രം നൽകേണ്ട സഹായം അതിനെക്കുറിച്ചൊരു വാഗ്ദാനം ഇതുവരെ നൽകിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെയിലും നമ്മൾ സമരത്തിന് സജ്ജരാകേണ്ടതുണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ട്. എന്തായാലും എല്ലാവർക്കും സന്തോഷം.